നമുക്കറിയാം, ഇന്ന് കുറച്ച് കാലങ്ങളായി KSRTC ജീവനക്കാരനെ വഴിയിലെ ചെണ്ടയെ പോലെ ആയി മാറിയിരിക്കുകയാണ്. ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായ KSRTC രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ പൊതുജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യുന്ന സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനം. അത് നമ്മുടെ പോലെ പ്രവർത്തിക്കുന്ന ഇവിടെ പോലീസുണ്ട്, ആരോഗ്യരംഗത്തുള്ള ആരോഗ്യ പ്രവർത്തകരുണ്ട്. അതുപോലെ പൊതുസമൂഹത്തിൻ്റെ പരിച്ഛേദമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിലെ ആ സ്ഥാപനത്തിൽ പണിയെടുക്കുന്ന ജീവനക്കാരെ വഴിയിലെ ചെണ്ടയായി മാറുന്ന ഒരവസ്ഥ ഇന്ന് ഈ പൊതുസമൂഹത്തിൽ നിലനിൽക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് KSRTC ജീവനക്കാരൻ്റെ ശമ്പളം അത് 2 ഘട്ടമായിട്ടാണ് കൊടുക്കുന്നത്. അങ്ങനെ 2 ഘട്ടമായി ശമ്പളം കൊടുക്കുന്നത് പോലും ഓരോ ഘട്ടം ശമ്പളം കൊടുക്കുമ്പോഴും പത്രദൃശ്യ മാധ്യമങ്ങളിലടക്കം വലിയ വാർത്താ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ചെയ്ത ജോലിയുടെ കൂലി പോലും കൊടുക്കുന്നത്. അതേസമയം ഇന്ന് KSRTC ജീവനക്കാരന് കിട്ടേണ്ട ഒരാനുകൂല്യങ്ങളും അവൻ്റെ ശമ്പളത്തിൽ നിന്ന് പിടിച്ച പ്രോവിഡൻറ്റ് ഫണ്ടായിരുന്നാലും 16 ഡ്യൂട്ടി ചെയ്തവൻ്റെ ശമ്പളം 1.5 വർഷമായി കൊടുക്കുന്നില്ല. ജീവനക്കാരൻ്റെ മറ്റ് അലവൻസുകൾ, ഡ്രൈവർക്ക് ലഭിക്കേണ്ട റിസ്ക് അലവൻസായ 1600 രൂപ ഓണത്തിനൊരു 4 മാസം കൊടുത്തതല്ല. അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുന്നൊരു സാഹചര്യത്തിൽ കൊല്ലുന്ന പരിഷ്കാരങ്ങളിടയിലും അങ്ങനെ കടന്നു പോകുന്ന വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു വിഭാഗമാണ് കേരളത്തിലെ KSRTCയിലെ ജീവനക്കാർ. ഇവിടെ പറയുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ മേയർ, അവരുടെ ഭർത്താവ്, അദ്ദേഹം ബഹുമാന്യ സാമാജികനാണ്, MLA. ഇവർ കാറിൽ പോകുമ്പോൾ പട്ടത്തുനിന്ന് തിരുവനന്തപുരത്തേക്ക്, അതായത് ഇന്നലെ തലേ ദിവസം രാത്രി 2:30 മണിക്ക് തൃശ്ശൂർ പോയി തിരിച്ചു വന്ന സൂപ്പർ ഫാസ്റ്റ് ബസ്സാണ്. ആ ബസ് പട്ടം മുതൽ ഏകദേശം പാളയം വരെ, അതിൽ പ്ലാമൂട് മുതൽ അത് PMG വരെയാണ് 1 വേ ഉള്ളത്. ബാക്കിയുള്ള സ്ഥലത്തെല്ലാം 4 വരി പാതയാണ്. അങ്ങനെ 4 വരി പാതയിൽ കൂടെ രാത്രി 10:30 മണിക്ക് ബസ് പോകുമ്പോൾ അവിടെ എവിടെയാണ് തടസ്സം നിൽക്കുന്നത്? അതെല്ലാത്തിലും ഉപരി ഇപ്പോൾ പറയുന്നത് എന്താണ്? ലൈംഗിക ചുവയോടെ പെരുമാറി എന്നുള്ളതാണ്. ഞാൻ KSRTCയുടെ KST എംപ്ലോയീസ് സംഘ് BMSൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നതിന് അപ്പുറത്ത് KSRTCയിലെ ഒരു ഡ്രൈവറാണ്. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ബാംഗ്ലൂർ വരെയും അങ്ങനെ കഴിഞ്ഞ 18 വർഷമായി ഈ തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിലെ ദീർഘദൂര ബസ് ഓടിക്കുന്ന ഒരു ഡ്രൈവറാണ് ഞാൻ നിസ്സംശയം പറയുന്നു, ഇത്രയും വലിയ ഒരു ബസ്സിൽ ആ ബസ്സിൻ്റെ മുകളിൽ ഇരുന്നുകൊണ്ട് താഴെ കൂടെ പോകുന്ന ഒരു ചെറിയ വാഹനത്തിലിരിക്കുന്ന ഒരാളിനെ നേരെ പോകുന്ന കാണാൻ പോലും കഴിയില്ല. ആ ഒരു സാഹചര്യത്തിൽ ആ കാറിലിരിക്കുന്ന, ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിലിരിക്കുന്ന ഒരാളിനെ അല്ലെങ്കിൽ ആ സ്ത്രീയോട് ലൈംഗിക ചുവയോടുകൂടി ആംഗ്യം കാണിച്ചു എന്ന് പറഞ്ഞാൽ ഇത് വീണടത്ത് കിടന്ന് ഉരുളുകയാണ്. നമുക്കറിയാം, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ KSRTCയിലെ ജീവനക്കാരനെ സംബന്ധിച്ചിടത്തോളം രാവിലെയും വൈകിട്ട് ഊതിക്കുകയാണ്. ഇതുപോലെ KSRTC ജീവനക്കാരനെ മാനം കെടുത്തുന്ന ഒരു സ്ഥിതിവിശേഷം